ഹായ് ഗായ്സ്, റഡോമിൽസിലോട്ട് സ്വാഗതം. ദിസ് ഇസ് ശ്യാം. സോ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ പുഡിംഗ് ആണ്. ഇതേ കണ്ടില്ലേ, നമ്മളിത് മാങ്ങ കൊണ്ടാണ് പുഡിംഗ് ഉണ്ടാക്കാൻ പോകുന്നത്. വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമുക്കിതിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നോക്കാം. ആദ്യമായിട്ട് ഒരു കപ്പ് മാങ്ങയാണ്, ഒരു മാങ്ങ മുറിച്ചതാണ്. അത് കൂടാതെ പിന്നെ ഒരു 3 ടീസ്പൂൺ കോൺഫ്ലവർ ആണ് വേണ്ടത്. പിന്നെ വേണ്ടത് ഒരു 1/2 കപ്പ് പഞ്ചസാര. അപ്പോൾ ഈ 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ പുഡിംഗ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ നമുക്ക് അതെങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ മാങ്ങ നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കുക, ജാറിലിട്ട് അടിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇതിൽ കാണുന്ന രൂപത്തിൽ അരിഞ്ഞു കൊടുക്കുക. പിന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാര എടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഒരു 3 ടീസ്പൂൺ കോൺഫ്ലവറും. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങ റെഡിയാണ്. ഇത് നമുക്ക് മിക്സിയിൽ അടിക്കാൻ വേണ്ടിയിട്ടുള്ള ജാറിലോട്ട് ഇടാം. സോ ജാറും റെഡിയാണ്, നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് മാത്രം പോരാ, നമുക്ക് ഇതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടി ആവശ്യമുണ്ട്. പക്ഷെ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിത് മിക്സിയിലോട്ട് അടിച്ചെടുക്കാം. ഓക്കെ, ഇപ്പോൾ മാങ്ങ അടിച്ചെടുക്കുന്ന നേരം കൊണ്ട് നമുക്കൊരു 3 ടീസ്പൂൺ കോൺഫ്ലവർ ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കേണ്ടതുണ്ട്. നന്നായി ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കട്ട പിടിച്ച് കഴിയുമ്പോണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അലിയിച്ച് കൊടുക്കുക. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മിക്സ് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഞാൻ നമ്മുടെ മാങ്ങ നന്നായിട്ട് നല്ല കുഴമ്പ് രൂപത്തിലായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് നമ്മളൊന്ന് അരിച്ച് കൊടുക്കുക. അതിൽ വല്ല നാര് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോളും. നല്ല കുഴമ്പ് രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് നല്ല അടിപൊളിയായിട്ടുണ്ട്. എന്നിട്ടൊരു നോൺ സ്റ്റിക്ക് വെയർ എടുക്കണം. എന്നിട്ട് അതിലൂടെ നമുക്ക് മാങ്ങ ഒഴിച്ചു കൊടുക്കാം. ഇൻഡക്ഷൻ കുക്കറിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ചൂടാക്കി എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക വെച്ചിട്ട്. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കോൺഫ്ലവർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാം മിക്സായി വരുന്ന രൂപത്തിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കോൺഫ്ലവറൊക്കെ മിക്സായിട്ട് നന്നായിട്ട് തിളച്ച് വീണ്ടും വരുമ്പോൾ നമ്മൾ 1/2 കപ്പ് പഞ്ചസാര അതിലോട്ട് ഇട്ട് കൊടുക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നന്നായിട്ട് തിളച്ച് കുറുകി വരുമ്പോൾ നമുക്കതൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്ത് കൊടുക്കുക. പാത്രത്തിലോട്ട് സെർവ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ സെർവ് ചെയ്യുന്ന പാത്രത്തിൽ കുറച്ച് ഓയിൽ ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. നന്നായിട്ട് ചുറ്റുപുറവും തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. എന്തിനാണെന്ന് വെച്ചാൽ ആ പുഡിങ് നമ്മളിതിൽ ഒഴിച്ച് കൊടുത്തിട്ട് അത് തണുത്ത് വരുമ്പോൾ അതിൽ നിന്ന് ഈസി ആയിട്ട് നമുക്കത് റിമൂവ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അതിലോട്ട് നമ്മൾ ആ കുറുകി വന്ന മാങ്ങ ഒഴിച്ചു കൊടുക്കുകയാണ്. മുഴുവനായിട്ട് അതിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഗായ്സ്, നമ്മുടെ സാധനം ഏകദേശം നന്നായിട്ട് തിളച്ച് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കൊണ്ട് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ച് ഏകദേശം 1/2 മണിക്കൂർ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കണം. എന്നാലും അതൊന്ന് കട്ടി പിടിക്കത്തുള്ളൂ. സോ നമുക്കിത് ഫ്രിഡ്ജിലോട്ട് വെക്കാം. അപ്പോൾ ഗായ്സ്, നമ്മുടെ പുഡിങ് ഏകദേശം റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല കറക്റ്റ് പുഡിങ്ങിൻ്റെ രൂപം കിട്ടിയിട്ടുണ്ട്. കണ്ടോ, തൊടുമ്പോൾ തന്നെ കാണാം ജാമുമാരി ഉറച്ചിട്ടിട്ടുണ്ട്. സോ നമുക്കിത് ഇനി ഒരു പാത്രത്തോട് സെർവ് ചെയ്യാം. അതിന് മുന്നേ പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് ഒരു 1 ഹവറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചേക്കണം. വെക്കുമ്പോൾ ഫ്രീസറിൽ വെക്കുക. ഓക്കെ, ഫ്രീസറിൽ വെക്കുമ്പോൾ നല്ല രീതിയിൽ ഉറച്ച് കിട്ടും. അല്ലാതെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറക്കത്തില്ല. അപ്പോൾ നമുക്കിത് പാത്രത്തോട് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മൾ പാത്രത്തിലോട് സെർവ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അടിപൊളിയായിട്ടുണ്ട്.
കറക്റ്റ് മധുരമൊക്കെ കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാകത്തിന് മധുരം ഇട്ട് കൊടുക്കുക കേട്ടോ. മാങ്ങയുടെ മധുരം എന്തായാലും ഉണ്ടായിരിക്കും. അതിൻ്റെ കൂടെ പഞ്ചസാരയും കൂടി ആഡ് ചെയ്യുമ്പോൾ കറക്റ്റ് മധുരത്തിൽ ഇട്ട് കൊടുക്കുക. എന്തായാലും നമ്മുടെ പുഡിങ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ പുഡിങ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് മധുരവും ഒക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സോ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. സോ താങ്ക് യു ആൻഡ് ദിസ് സൈനിങ് ഓഫ് ശ്യാം.